ഹലോ ഗായ്സ്, നമ്മൾ വന്നിരിക്കുന്നത് പെരിങ്ങോട്ടുകുറിശിയുള്ള ചെക്ക് ഡാമിലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അൻസിലിമോന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്ന് വന്നു. അപ്പം എന്നാൽ ശരി, കുഞ്ഞ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, നല്ല സൂപ്പർ സ്ഥലം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് പെരുന്നാളിന് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ അങ്ങോട്ട് ഇറങ്ങി. എവിടേക്കും പുറത്തേക്കൊന്നും പോയില്ല, മമ്മി വരുന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പം നമ്മളെവിടേക്കും പോയില്ല. നാളെ എവിടേക്കെങ്കിലും പോകാമെന്ന് വെച്ച്. നോക്ക്, നല്ല ഭംഗി. ഇന്ന മഴയില്ല, ഒരു മൂടിയ ക്ലൈമറ്റായിട്ട്. എന്താ പിന്നെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമില്ലേ? കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി മുകളിലേക്ക് കയറി പോട്ടെ. സ്റ്റെപ്പ് ഇതാ, ഇറങ്ങി വരാനൊക്കെ നല്ല സൗകര്യമുണ്ട്. കണ്ടോ, ഇങ്ങോട്ട് വരുമ്പോൾ നോക്കി വരണം കേട്ടോ. എങ്ങാനും നോക്കി വന്നിട്ടില്ലെങ്കിൽ ഇതാ ഇങ്ങോട്ട് കുണ്ടിലേക്ക് വീഴും. ഇതാണ്ടോ, അത്രയും ശ്രദ്ധിച്ച് വരണം, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വെള്ളത്തേക്ക് വീഴും കേട്ടോ. കണ്ടോ, നല്ല സൂപ്പർ സ്ഥലം. ഞാൻ എൻ്റെ മുന്നിൽ നിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആരുമില്ല കേട്ടോ, സൈലൻ്റായ ഏരിയ. നോക്കൊരു മനുഷ്യനില്ല. നല്ല കാറ്റും നല്ല ക്ലൈമറ്റും. വെള്ളം കുറവാണ് കേട്ടോ. കണ്ടോ, വെള്ളം നല്ല വേനലായില്ലേ, നല്ല വെള്ളം കുറവാണ്. ഇത് നോക്ക്, ആനപ്പാറ. അങ്ങനെ പെരിങ്ങോട്ടുകുറിശി നമ്മൾ ചെക്ക് ഡാം കാണാൻ വന്നേക്കാണ് ഗായ്സ്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, സൂപ്പറായിരുന്നു. പക്ഷെ എന്താ ഒരു അപകടം എന്നറിയോ, നമ്മൾ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചത്. എങ്ങാനും കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ മണ്ട പോയി അതിൽ കിടിക്കും. കാരണം വളരെ വീതി കുറഞ്ഞിട്ടാണ് ഇതിൻ്റെ തിണ്ട് കെട്ടിയിരിക്കുന്നത്. രണ്ടാളും കൂടി അവിടെ ഭയങ്കര വീഡിയോ എടുക്കലാണ്, അൻസിലിമോനും അസീമോളും കൂടിയിട്ട്. അപ്പം ഒരു കുട്ടി വ്ളോഗ് എടുത്താലോ എന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയതാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്താണ്. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉദ്ദേശിച്ചൊന്നല്ല, ചുമ്മാ 2 റീലെടുക്കാൻ വേണ്ടി വന്നതാണ്. നോക്കിയപ്പോൾ എന്നാൽ ശരി, ഷോർട്സിൽ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കറവറേ പറഞ്ഞിടും. പക്ഷെ വ്ളോഗ് അങ്ങനെ ഇടാറില്ല. അപ്പോൾ എന്നാൽ ശരി, കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കി ഗായ്സ്. ചിക്കൻ ചില്ലി വെയിൽ വന്നു കേട്ടോ. ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വരണേ, ഇല്ലയെന്നുണ്ടെങ്കിൽ കെട്ടിമറിഞ്ഞ് വീഴും. കണ്ടോ, പാതാളം പോലെയാണ് ഇവിടെ. നോക്ക്, ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അപകടാവസ്ഥ അത് മനസ്സിലാവില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്നവർക്ക് അറിയുള്ളൂ. ഞാൻ നിന്നിങ്ങനെ വോയിസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. സാവധാനം ഉറുമ്പുകളുടെ പോലെ നടക്കുന്നത്. എങ്ങാനും കെട്ടിമറിഞ്ഞ് വീണ കണ്ടോ എങ്ങനെയുണ്ട്, സൂപ്പറായിട്ട്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഗൈസ് എന്നെയും വലിച്ചിട്ട് വന്നു. ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ മൂഞ്ചിയിട്ട് ഇവിടെ ഇരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി അതിനൊരു വ്ളോഗ് എടുത്താലോ എന്ന്. അവർ 2 പേരും അതാ അവിടെ കാണുന്നുണ്ടോ, അതാ അറ്റത്ത് കണ്ടു 2 പേരും വീഡിയോ എടുക്കുക. ഞാനിവിടെ വന്നിട്ട് മൂഞ്ചിയിട്ട് ഈ പാറപ്പുറത്തിരിക്കുക. എൻ്റെ ടോപ്പ് കണ്ടോ, പെരുന്നാളിന് വീഡിയോ എടുത്ത ടോപ്പാണ്. എങ്ങനെ നന്നായിട്ടോ. ഇത് നോക്ക് ഗൈസ്, എന്ത് ഭംഗിയെ നോക്ക്. നമ്മൾ പഴയ കാലത്തെ കമ്മൽപ്പൂ എന്നൊക്കെ പറയില്ല, അതേപോലെ നോക്ക്. ഇതിനെന്താ പേര് എനിക്കറിയില്ല. കമ്മൽ ചെടി, കമ്മൽപ്പൂ എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ അതിന് വേറെ വല്ല പേരുണ്ടോ വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പൂവ് ഇതിനെന്ത് പറയും? പിന്നെന്താ മാങ്ങ നാറിന്ന് അങ്ങനെ എന്തൊക്കെ പറയും. പക്ഷെ എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല. എന്നുണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഭംഗി. അങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കാം ഇവിടെ എന്താകുമെന്ന് എനിക്കറിയില്ല. ഇതെന്താ ഗുഹേ? ഇതെന്താണ്? ഓരോ ഹോളുകൾ നോക്ക്. ഏത് ഭാഗത്തേക്ക് ഇറങ്ങും? എങ്ങാനും കെട്ടി പറഞ്ഞ് വീണാൽ നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. അവരതോ അവിടെ നിന്ന് വീഡിയോ എടുക്കണം. ഞാനിപ്പോൾ എവിടേക്ക് പോകും നോക്ക്. എന്നാൽ സംഭവം നല്ല ഭംഗിയുണ്ട് കേട്ടോ, സൂപ്പർ. കല്ലിൻ്റെ കൂടെ കയറി ഞാൻ ഇവിടെ എത്തി. എന്തോ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. മറിച്ചിടുകയാണ്, തള്ളി മറിച്ചിടുന്നല്ല, അങ്ങനെ പാറക്കട്ടാണ് കേട്ടോ. അതുണ്ടോ, വലിയ വീണ് കഴിഞ്ഞാൽ മണ്ട അങ്ങോട്ട് ഉടയും. അപ്പട്ടും അടിച്ചങ്ങോട്ട് പോകും. അമ്മാതിരി പാറകളാണ് കണ്ടോ. ഞാൻ തന്നെ 8-10 ഞാനിവിടെ എത്തി ഗായ്സ്. ഓ മാസ് കിടിലൻ. അത്രയും കഷ്ടപ്പെട്ട് കിടന്ന് വന്ന്. പക്ഷെ എന്നാലും സൂപ്പറായിട്ട്. അയ്യോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ബ്ലോക്കായി. കുരങ്ങന്മാരെ ഇവിടെ ചാടി വന്ന് ഇവിടെ ബ്ലോക്കായി. ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. എന്നുണ്ടോ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നോക്ക്, ഇതിനൊക്കെ എന്താ പറയുക പേര് എനിക്കറിയില്ല, ഞാൻ പേരൊക്കെ മറന്നുപോയി. എന്നുണ്ടോ,
ഇവിടെ നിന്ന് കിടക്കാൻ പറ്റില്ല ഗൈസ്. ആ കാണുന്ന തിണ്ടില്ലേ അവിടെ തെറ്റി പോണു. ആ തിണ്ട് കൂടി ഇങ്ങനെ ഇറങ്ങി വന്ന് തെങ്ങിൻ്റെ അടിയെ കടയിൽ കൂടെ വന്നിട്ടാ ഇങ്ങനെ വന്ന് ഇവിടേക്ക് എത്തി. ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, വെള്ളം. അത് രണ്ടാളും ഭയങ്കര വീടെടുക്കല. നല്ല ചൂടിച്ച വിയർത്ത് തഴുകണു, അത്രയും ചൂട്. പക്ഷെ എന്താ വെയിലൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്താ സംഭവം നിങ്ങൾക്കറിയാം. ട്രെയിന് പോണു, ട്രെയിൻ. അയ്യോ ബാറ്ററിയിലോ മൊബൈൽ വിട്ടൊക്കെ മറന്നു. തലയില്ലാത്ത തെങ്ങ് ഉണ്ടോ? തെങ്ങ് തലല്ല. ഈവനിങ് ഒക്കെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി. വേണമെങ്കിൽ കപ്പിൾ സ്പോട്ടിൽ നിന്ന് പറയാം, വേണമെങ്കിൽ കേട്ടോ. അത്രയേ ഉള്ളൂ. നല്ല സൂപ്പറായിട്ട് പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെ വന്നിട്ട് കാര്യമുള്ളൂ കേട്ടോ. അല്ലാതെ വന്നിട്ട് ഇതിപ്പോൾ എന്താ ഉള്ളു, ഒരു തുള്ളി വെള്ളം, 2 പാറ കഷ്ണം, കാര്യമില്ല. പ്രകൃതി ഇഷ്ടപ്പെടണം അവർക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരു രസമായിരിക്കും. അല്ലാതെ ചുമ്മാ വന്നിട്ട് ഇതെന്ത് കോപ്പാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ. എനിക്കിങ്ങനെയൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ കാര്യം ഞാൻ പറയാം, എല്ലാവരും എനിക്ക് നടന്ന് ഇവിടേക്ക് എത്തി. അതായത് നമുക്കൊരു വ്ളോഗ്, അൻസലിന് മസിമോൾക്കൊരു കൂട്ട്, അത്ര തന്നെ. മനോഹരം. എനിക്കിതിലും കൂടുതൽ പറയാൻ എനിക്ക് അറിയില്ല. അത്രയും രസമാണ് കാണാൻ. കണ്ടോ, ബാഗ് അവിടെ ഇടിച്ച് മറക്കണ്ട വെച്ച് തൂക്കിയിരിക്കും. ഒരു കോപ്പില്ല അതിൽ, എന്നാലും മൊബൈൽ ഇടാൻ വേണ്ടിയിട്ട്. കണ്ടോ, എന്നെ ഇവിടെ കൊണ്ടുവന്ന് കുത്തിച്ചാരി വെച്ചു. കുറേ നേരം നടക്കണു. നല്ല സുഖം, നല്ല ചൂട്, നല്ല വിയർപ്പ്, എല്ലാം കൂടി മിക്സഡാണ്. ഇതെന്ത് ചെടിയാണെന്ന് ആർക്കെങ്കിലും കമൻ്റ് ഇടാൻ പറ്റുമോ ഗൈസ്? നല്ല ഭംഗിയുള്ളൊരു ഇല കേട്ടോ. ഇത് എന്താണെന്ന് നീ പറഞ്ഞാൽ എനിക്കറിയില്ല. എന്നെ കാണാതായപ്പോൾ വിളിക്കുക. അവരവിടെ നിന്ന് ഇടക്കിടക്ക് നോക്കുന്നുണ്ട്, ഞാൻ അവിടെയാണ്. എത്ര ആയാലും മക്കൾക്ക് തവണ പോലെ ബാക്കി ആർക്കാവില്ലല്ലോ അല്ലേ. എന്നെ ഇടക്കിടക്ക് നോക്കുക. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിരിക്കാനേ വീഡിയോ എടുക്കാനേ. അപ്പോൾ രണ്ടും കൂടി അവിടെ നിന്ന് വിളിക്കാക്കി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്കതോ കണ്ട തെങ്ങിൻ്റെ ഇടയിൽ കൂടെ രണ്ടും കൂടി വീഡിയോ എടുക്കുക. അപ്പം ഞാൻ കുറച്ച് ഇതാണ്ട് ആ മരത്തിൻ്റെ പുറകിൽക്കുക. അപ്പം എന്നെ കാണാനല്ലേ പറഞ്ഞപ്പോൾ വിളിക്കുക തന്നിട്ട്. എവിടെ നല്ല വേനലിൻ്റെ സമയമാണ് കേട്ടോ. നോക്ക്, ഏപ്രിൽ മെയ് എന്ന് പറയുമ്പോൾ കുറച്ച് വേനലിൻ്റെ സമയമാണല്ലോ. നോക്ക്, എന്നിട്ട് ഇവിടെ നോക്ക്, വെള്ളം നോക്ക്. നമ്മളവിടെ നിന്ന് ജസ്റ്റ് ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട് ചെക്ക് ഡാമിലേക്ക്. ഉണ്ടോ, ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഞങ്ങൾ ചെക്ക് ഡാമിലാണ്. മഴ വരുന്നുണ്ട് കണ്ടോ. ഒരു മൂടിയൊരു ക്ലൈമറ്റ് ആയി കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. നല്ല സൂപ്പർ സ്ഥലം കൂടി. അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടോ. ഒരാൾ വീഡിയോ എടുക്കും, ഒരാൾ ഭംഗിയില്ല പറയും. പിന്നെ എന്നെ കളയും, പിന്നെ വീണ്ടും എടുക്കും. തന്നെ രണ്ടാളതിൻ്റെ മണി. അവർക്ക് വീഡിയോ എടുക്കുകയും ചെയ്യുക, എനിക്കൊരു വ്ളോഗ് ഇടുകയും ചെയ്യുക. ആങ്ങളെയും ഞങ്ങളും കൂടി പൊരിഞ്ഞ ഫോട്ടോയും വീഡിയോ എടുക്കലാണ്. ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. പന നമ്മൾ പഴം നോക്കത്തെ പന നോക്ക്, കുട്ടി പനകൾ എന്തോരം നിൽക്കണമെന്ന്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇവിടെ നോക്കി നോക്ക്, ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ട് കുട്ടി പനകൾ. ഭയങ്കര കാറ്റ് നോക്ക്, എന്തൊരു കാറ്റാന്നറിയോ. കണ്ടോ, തെങ്ങും പട്ടകളൊക്കെ എന്താ തലക്കെങ്ങാനും വീഴുറബേ. നല്ല അടാറ് കാറ്റ്. രണ്ടാളും വീഡിയോ എടുത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ, രണ്ടും കൂടി. ഈ വീഡിയോ കണ്ട മിക്കവാറും മോയിക്കാടിന് ചീത്തേക്ക് ഇവിടെയൊക്കെ ഇറങ്ങി വീഡിയോ എടുക്കണതിന് നോക്കിക്കോ. എങ്ങാനും ഈ വീഡിയോ മോയിക്ക കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 ആൾക്കുള്ളത് നന്നായി കേൾക്കും. അവരേനെ കാത്തിരുന്ന് ഞാൻ ക്ഷീണിച്ചു. അവരിത് അവിടേക്ക് എത്തി. ഞാനിവിടെ വന്നിരുന്നു. എന്നെ കൂടി വെച്ച വഴിയിൽ കൂടെ ഞാൻ പോവുകയാണ് ഗൈസ്. ഇതാ എന്താവും എന്നൊന്നും എനിക്കറിയില്ല. അപകടം, കല്ലുകളും പാറക്കൂട്ടങ്ങളൊക്കെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർ പോയി. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. എങ്ങനെ പോവാമെന്നുള്ളത് നിങ്ങളും കൂടി കണ്ടു. പടച്ചവനെ കാത്തിരക്ഷിക്കണല്ല. നോക്ക്, പക്ഷെ നല്ല സുഖമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്ന് സൈലൻ്റായിട്ട് വെള്ളം ചാടിക്കിടക്കണം ഗായ്സ്, വെള്ളം ചാടിക്കിടക്കണം. നോക്കട്ടെ എന്താ അവസ്ഥ. അല്ലാഹുമ്മ സല്ലി അലാ. കാഴ്ചയാണ്, നോക്കി നോക്ക്. ഇത് ഒരു ദൈവത്തിൻ്റെ
വെള്ളത്തിൽ വന്ന് ഇങ്ങനെ ഇവിടെ പെട്ടതാണോ അതോ വേറെ എന്തെങ്കിലും ആണോ ചോദിച്ചാൽ എനിക്കറിയില്ല. കണ്ടപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ചാടി കടന്ന് വന്നത് കൂടെയൊക്കെ വന്നു. അവിടെ കൂടെയൊക്കെ ചാടി വന്നു. എന്നിട്ട് വീഡിയോ എടുത്ത് നോക്ക്. അറിയുന്നവരൊന്ന് കമൻറ്റ് ഇടൂട്ട് ഇത് ആരാണെന്നുള്ളത് നമുക്കറിയില്ല. ഇതുണ്ടോ കറക്റ്റ് നോക്ക്, ഇതിൻ്റെ താഴെ വന്നിട്ടിരുന്നു. സംഭവം രസമുണ്ടല്ലേ. ഏതോ ഒരു ദേവിയാണ്, പക്ഷെ നമുക്കറിയില്ല ആരാന്ന്. കറക്റ്റ് എങ്ങനെ വന്നോ ഇവിടെ, ഇനി പലരും കൊടന്ന് വെച്ചോ അത് വെള്ളത്തിൽ അങ്ങനെ ഒഴുകി വന്നോന്നൊന്നും അറിയില്ല. കണ്ടോ ഇതിലിങ്ങനെ തടഞ്ഞ് നിൽക്കുക കാരണം കൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. കണ്ടോ കറക്റ്റിനെ കൊടന്ന് വെച്ച പോലെ. ഇതാ എൻ്റെ പുറകിൽ ആ ദേവി ഇരിക്കുന്നതുണ്ടോ. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കളകള സൗണ്ട് കേൾക്കാനുണ്ടോ? കൂളകൂളേ അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാക്കി വ്ളോഗ് എടുക്കുക, വോയിസ് കൊടുക്കുന്നുണ്ട്. കൂളകൂള എത്ര കൂളവാഴ ഒരു പ്രത്യേക രസമുള്ള സൗണ്ട്. ആ എത്ര ചെറിയ കുട്ടിയെ നോക്ക് മീൻ പിടിക്കുന്നു. പീക്കിരി ചെറുക്കൻ. അങ്ങനെ ഇവിടുത്തെ വ്ളോഗിൻ്റെ ഇവിടുത്തെ വീഡിയോ കഴിഞ്ഞു. ഇനിയിപ്പോൾ എവിടേക്കാ അവർ പോകണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഈ കുന്ന് കയറണം. ഇപ്പം അവരുടെ കാലത്തെ പൂവ് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? നോക്കി നോക്ക്. സ്കൂൾ പഠിക്കുന്ന സമയത്ത് വേലിയരികിലൊക്കെ ഉണ്ടാവണ പൂവാണിത്. കണ്ടപ്പോൾ നമുക്ക് അതാ ഓർമ്മ വന്നത്. അല്ല താഴത്തുനിന്ന് കയറി വരുമ്പോൾ വലിയ സുഖമൊന്നുമില്ല, നടക്കലില്ലല്ലോ. അതൊക്കെ ഏത് നേരം സ്കൂട്ടിയുമേ കണ്ണ് തെറ്റിയ സ്കൂട്ടി എടുക്കുക, കറങ്ങുക തന്നെയല്ലേ പണി. നടക്കലില്ലല്ലോ, ഒന്നും പറയണ്ട. അല്ലാ വയ്യ. ഇവിടെ അന്നേരം സുഖമായിട്ട് ഇരിക്കട്ടെ. ഈവനിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വണ്ടികളും ബൈക്കും ഇതൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യന്മാരവിടെ കാണാനില്ല കേട്ടോ. ഓക്കെ എവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ബുള്ളറ്റും സ്കൂട്ടികളും ഇഷ്ടം പോലെ വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അവരുടെ ലൊക്കേഷൻ റോട്ടുമ്മന്ന്. ഞാൻ അടുത്തത് റോട്ടുമ്മന്നിലുള്ള വീഡിയോ. ഒരു മനുഷ്യൻ ഇവിടെ ഇല്ല. വലിയൊരു മലയാണ്. അത് ഇടിഞ്ഞ് കണ്ട പകുതി കണ്ട അങ്ങനെ പ്ലെയിനായി കിടക്കുന്ന ഇടിഞ്ഞ് പോയത്. ഞാൻ കട കണ്ട് ഗായ്സ്. നമുക്കിവിടെ എന്താ ഉള്ളത് നോക്കാം കേട്ടോ. ഓക്കെ ആ നമുക്ക് ഈ സാധനം മേടിക്കാം. കട കൃഷിയൊക്കെ കൊയ്ത് കഴിഞ്ഞിട്ട് ഇത് പ്ലെയിനായി കിടക്കണു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല സൂപ്പർ സ്ഥലം അവിടെ. കടല മേടിച്ചു. ഇതൊക്കെ കണ്ട് നമുക്കൊരു ഓർമ്മയില്ല പഴയ കാലത്തെ. ഇതൊന്ന് മേടിച്ചു. രണ്ടെണ്ണത്തിൻ്റെ വീഡിയോ എടുക്കുക ഇനിയും കഴിഞ്ഞിട്ടില്ല. ആ കാണുന്ന കടയിൽ നിന്നാണ് ഞാൻ കടല മേടിച്ചത്. കടല കാണില്ല അല്ലേ. ഇതെന്ത് മണ്ട വ്ളോഗാന്ന് വിചാരിക്കണ്ട കേട്ടോ. എന്തേലൊക്കെ ഒരു വ്ളോഗാക്കിയിട്ട് ഇടണ്ടേ, അതുകൊണ്ടാണ്. ആ കടല തിന്നുന്നുണ്ട്. ആ നോക്കുന്നുണ്ട് തീറ്റ കഴിഞ്ഞപ്പോൾ. എന്നാ അവിടുത്തെ കളക്ക് തൊടല്ലേ. എന്നാ കടല തിന്നോ? ആ തിന്നുന്നുണ്ട്. കുറച്ച് നേരത്തെ കൊടുത്തേ, 2-3 കൊടുത്തപ്പോൾ കഴിച്ചു. കുറച്ച് കടല കഴിക്കാൻ വേണ്ടി കൊടുത്തേ. എൻ്റെ അടുത്തുനിന്ന് പോകണില്ല ഗൈസ്. എൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ നിൽക്കുക തന്നെയാണ്. നിനക്ക് 2 പ്രാവശ്യം കഴിക്കുന്നത് നീ ഞാൻ തരില്ല കേട്ടോ. നീ എന്നെ നോക്കണ്ട. നീ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മേടിച്ചിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. റബ്ബേ ബസ് അടുത്ത് കൂടെ പോയി ചെറിയൊക്കെ നല്ല കാലം. ഇത്ര തന്നെ ഗ്ലാസിൻ്റെ ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. അൻസിലിമോനെ എടുത്തപ്പോഴാണ് ഓർമ്മ. അയ്യോ എൻ്റെ ഗ്ലാസ് ഞാൻ ഇട്ടുകളല്ലോ എന്ന്. ഒന്നല്ല അല്ലേ, എനിക്ക് മറ്റേ ഗ്ലാസ്സാണ് ഇഷ്ടം. ഉണ്ടോ അനിയത്തി പറഞ്ഞു കൊടുക്കുക വേഗം വാ വേഗം വാന്ന്.
അയ്യ സുഖമായി കിടന്നു. നോക്ക് മെല്ലെ കണ്ണു നോക്കണ കള്ളിപ്പട്ടി മെല്ലെ കണ്ണു നോക്കടാ. ഞാനിവിടെ പോസ്റ്റാണ് ഗൈസ്, പോസ്റ്റാണ്. അവിടെ രണ്ടുപേരും വീഡിയോ എടുക്കും. ഞാൻ ഇതാ ഈ കടയുടെ സൈഡിൽ വന്നിട്ട് ഇവിടെ മിണ്ടാതിരിക്കുക. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ, ബൈ.